എന്താ ചൂട്, വീടിനകത്തും ചൂട് പുറത്തും ചൂട്, എങ്കിൽ പിന്നെ പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ പരീക്ഷ തീരാൻ പോകുന്നതിന്റെ സന്തോഷമാണ്. നാളെ അവന് മാത്സിന്റെ എക്സാം ആണ്. അത് കൂടി കഴിഞ്ഞാൽ വെക്കേഷൻ തുടങ്ങുന്ന സന്തോഷത്തിലാണ് അവൻ. ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ കാറിന്റെ ബാക്കിലത്തെ 2 ടയർ മാറ്റി പുത്തൻ ടയർ വാങ്ങിച്ചിടാൻ പോവാണ് കേട്ടോ. ഫ്രണ്ടിലെ 2 ടയർ നേരത്തെ മാറ്റി വേറെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ കടയിൽ പോയി. ഇതിനു മുമ്പ് ആ കടയിൽ തന്നെയാണ് ചെന്നത്. അപ്പൊ അത് നല്ല സർവീസാണ്. പെട്ടെന്ന് ചേട്ടൻ മാറ്റി ടയറൊക്കെ ഇട്ട് തന്നു. ആ സമയം കൊണ്ട് കുഞ്ഞപ്പനും ഞാനും വിയർത്ത് കുളിച്ചതേ, ഞാൻ മുടിയൊക്കെ അമ്മക്കെട്ട് കെട്ടി നിൽക്കുകയാണേ. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത്, വാടി എനിക്ക് 2 പേർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, ഷർട്ട് എടുക്കണമെന്ന്. അങ്ങനെ അതൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി. എന്തിനാണെന്നോ, മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി. കാരണം ഞാൻ പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് കഴിച്ചാണെന്ന് തോന്നുന്നു ഈ മട്ടൻ ബിരിയാണി. അതിന്റെ ടേസ്റ്റ് തന്നെ ഞാൻ മറന്നുപോയേ. സാധാരണ നമ്മൾ എവിടെ കയറിയാലും ഒന്നെങ്കിൽ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അത് മാത്രമല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയണം, മട്ടൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാനേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ ആയിരുന്നേ. കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എന്തോ ഭയങ്കര പ്രതീക്ഷയിരുന്നതാ. പക്ഷെ സാധാരണ ഒരു ബീഫ് ബിരിയാണി പോലെയൊക്കെ തന്നെ ഇരുന്ന് കേട്ടോ. നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കുഞ്ഞപ്പൻ്റെ കൂട്ടുകാരനും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണത്. രണ്ടുപേരും പരീക്ഷയായിട്ട് കറങ്ങി കിടക്കാണ് ഗൈസ്. നാളത്തെ ഒരു എക്സാം കൂടി അല്ലേ ഉള്ളൂ. പിന്നെ മാത്സ് ആയതുകൊണ്ടല്ലേ ഒരുപാട് പഠിക്കൊന്നും വേണ്ട, അത് സിമ്പിളാണ്. മനസ്സിലാക്കി പഠിപ്പിച്ചാൽ പെട്ടെന്ന് അവൻ പഠിക്കും കേട്ടോ. അതാണ് ഞാൻ പിന്നെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകാന്ന് വിചാരിച്ചത്. കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാട്ടർമെലൻ ജ്യൂസ്, എൻ്റെ പൊന്നെ ജീവനാണ് കുഞ്ഞപ്പൻ ഈ വാട്ടർമെലൻ ജ്യൂസ് കേട്ടോ. അവൻ അത് വാങ്ങിച്ച് കുടിക്കണം. അവൻ്റെ ഇന്ന് ഞാൻ കട്ടുപിടിച്ച്, ചേട്ടൻ്റെ സർബത്ത് മേടിച്ച് കുടിച്ച്, അതിൽ നിന്ന് ഞാൻ കട്ടുപിടിച്ച്. പക്ഷെ ഞാൻ ചായയാണ് ഓർഡർ ചെയ്തത്. ഈ ചൂടത്ത് എന്തിനാടി ഈ ചായ കുടിക്കണമെന്ന് ചേട്ടൻ ആദ്യം എന്നോട് ചോദിച്ചതാണ്. എന്തു പറയാൻ.